നമസ്കാരം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA അത് സ്ഥാപിതമായിട്ട് ഏതാണ്ട് 100 വർഷമാകുകയാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ 98ാമത് ദേശീയ സമ്മേളനം ഈ ഡിസംബർ 27-28 തീയതികളിൽ കോവളത്ത് നടക്കുകയാണ്. IMA എന്ന് പറയുന്നത് ഡോക്ടർമാർ മാത്രം അംഗങ്ങളായിട്ടുള്ളൊരു സംഘടനയാണെങ്കിൽ തന്നെയും രാജ്യത്തിൻ്റെ പൊതുജനാരോഗ്യ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്ന ഒരു സംഘടനയാണ്. ഡോക്ടർമാരുടെ കാര്യങ്ങൾ നോക്കുന്നതിനൊപ്പം അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ജനങ്ങൾക്ക് ആരോഗ്യം നൽകുന്നതിൽ അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങളോട് ജനങ്ങൾക്ക് ആക്സസ് ഉണ്ടാകുന്നതിൽ അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തെ നേട്ടങ്ങൾ ജനങ്ങൾക്ക് തുല്യമായി ലഭിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റുകളുടെ നയങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടനയാണ് IMA. ജനങ്ങൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രധാന ഉത്തരവാദിത്വം. അപ്പോൾ ദേശീയ സമ്മേളനം 98ാമത് ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ കേരളത്തിൽ ഒരുപാട് പേർക്ക് ഡോക്ടർമാർക്കും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ഒരു വലിയൊരു അവസരമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നയങ്ങളിൽ ഇടപെടാനായിട്ട്. ഇതാദ്യമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സമഗ്രമായിട്ടുള്ളൊരു ആരോഗ്യ മാനിഫെസ്റ്റോ കൊണ്ടുവരിക. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരുപാട് പ്രാവശ്യം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വർഷം ഈ വർഷത്തിൽ പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ജീവിക്കുന്ന ഡോക്ടർ RV അശോകൻ IMAയുടെ അടുത്ത ദേശീയ പ്രസിഡൻ്റാകുകയാണ് ഡിസംബറിൽ. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം കൂടിയാണ് ഒരു ദേശീയ ആരോഗ്യ മാനിഫെസ്റ്റോ തയ്യാറാക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ളൊരു അവസരം എനിക്കുണ്ടായി. എൻ്റെ ഒപ്പം ഒരു വലിയ ടീം പ്രവർത്തിക്കുകയാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ഡോക്ടർമാരെ ഈ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. 1 മാസത്തോളമായിട്ട് ഈ മാനിഫെസ്റ്റോയുടെ തയ്യാറെടുപ്പിനുള്ള പ്രവർത്തനം നടക്കുകയാണ്. നമുക്കറിയുന്ന ലോകാരോഗ്യ സംഘടന, അമേരിക്കൻ CDC, അതുപോലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ജനീവയിലെ ആരോഗ്യ പ്രസ്ഥാനങ്ങൾ, ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഈ മാനിഫെസ്റ്റോയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരവരുടെ വിഷയങ്ങളിലാണ് അവരവർ പ്രവർത്തിക്കുന്നതും ഈ മാനിഫെസ്റ്റോ എന്ത് വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു. ഇന്ത്യയുടെ ആരോഗ്യരംഗത്ത് എന്തായിരിക്കണം ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ എന്നതിലേക്കൊരു ചൂണ്ടുപലക കൂടിയായിരിക്കും ഈ മാനിഫെസ്റ്റോ. കാരണം 2017 അതായത് 6 വർഷം മുമ്പാണ് ഇന്ത്യയുടെ അവസാനത്തെ ഹെൽത്ത് പോളിസി, ആരോഗ്യ നയം പ്രഖ്യാപിക്കപ്പെട്ടത്. അത് നമുക്കൊക്കെ ലഭ്യമാണ്. പക്ഷേ അതിനുശേഷം ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ലോകത്ത് ഒരുപാട് ആരോഗ്യരംഗത്ത് സംഭവം ഉണ്ടായി. ഇന്ത്യയിൽ തന്നെ ഒരുപാട് വ്യതിയാനങ്ങളുണ്ടായി, പുതിയ കാര്യങ്ങളുണ്ടായി. കോവിഡ് അതിനകത്തൊരു പ്രധാന കാര്യം. കോവിഡ് ശേഷമുള്ള ലോകവും ഇന്ത്യയും വ്യത്യസ്തമാണ്, ആരോഗ്യരംഗവും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ഒരു 5 വർഷം മുതൽ അടുത്ത ഒരു 25 വർഷത്തേക്ക് ഇന്ത്യയുടെ ആരോഗ്യരംഗം എങ്ങനെയായിരിക്കണം, എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണം, ഉള്ള സംവിധാനങ്ങൾ എന്തൊക്കെ മെച്ചപ്പെടുത്തൽ വേണം, ഇതൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു മാനിഫെസ്റ്റോയാണ് തയ്യാറാകുന്നത്. ഇപ്പോൾ ഇത് പറയാൻ കാരണം ഒരുപക്ഷെ ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഒരുപാട് പേര് ആരോഗ്യരംഗത്ത് ഒരു ആരോഗ്യ പ്രവർത്തന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു പൗരന നിലയ്ക്കോ ഒക്കെ ബന്ധപ്പെടുന്ന ഒരാളായിരിക്കും. പലപ്പോഴും ആരോഗ്യരംഗത്ത് നിൽക്കുന്നവർക്ക് സാധാരണ മനുഷ്യർ ആരോഗ്യരംഗത്തെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു അല്ലെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന നന്മകൾ, ദോഷങ്ങളൊന്നും ചിലപ്പോൾ പൂർണ്ണമായും തിരിച്ചറിയണമെന്നില്ല. പലപ്പോഴും ജനങ്ങൾ പറയുമ്പോഴാണ് ഇതിൻ്റെ ആരോഗ്യരംഗത്തെ പല ന്യൂനതകൾ നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ. സർക്കാർ ആശുപത്രിയിലോ സ്വകാര്യ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾക്കൊപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവിടെ പോകുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴാണ് തിരിച്ചറിയുന്നത്. ഈ മാനിഫെസ്റ്റോയുടെയും സ്പിരിറ്റ് അതാണ്. ഡോക്ടർമാരായിട്ടുള്ള അല്ലെങ്കിൽ പൊതുജനാരോഗ്യ രംഗത്തും മറ്റാരോഗ്യ രംഗത്തുമൊക്കെ നിൽക്കുന്ന ഒരുപാട് വിദഗ്ധരും പിന്നെ രാഷ്ട്രീയക്കാരും മറ്റ് സാമൂഹ്യ മേഖലകളിലൊക്കെ നിൽക്കുന്നവരുമൊക്കെ ഈ മാനിഫെസ്റ്റോയുടെ നിർമ്മാണത്തിൽ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുഹൃത്തുക്കളോടും എല്ലാ നാട്ടുകാരോടും ആവശ്യപ്പെടുകയാണ്, ഇന്ത്യയുടെ ഒരു ദേശീയ മാനിഫെസ്റ്റോ, IMA തയ്യാറാക്കുന്ന ഒരു ആരോഗ്യ മാനിഫെസ്റ്റോയിൽ ഉൾക്കൊള്ളണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. തീർച്ചയായിട്ടും അത് വിലപ്പെട്ട ഉപദേശമാണെങ്കിൽ, പ്രാവർത്തികമാണെങ്കിൽ ഈ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പും തരികയാണ്. അപ്പോൾ ഈ ഡിസംബർ 27-28 തീയതികളിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് കോവളത്ത് നടക്കുന്നത്.